ഇരുപ്പത് എങ്കേ അത് ഇങ്ങേ. അടാറ് പണി കിട്ടിയിരുന്നു. പക്ഷെ ഭക്ഷണം ഒരാളെ ഇവിടെ കൊണ്ടുവന്നില്ല. എല്ലാം പൂട്ടിക്കെടുക്കുവാണ്. പഴമ നന്നായിട്ട് കാണുന്നുണ്ട്. പഴയകാല കെട്ടിടം ഇപ്പൊ മനസ്സിലായി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതൊരു മഴ. 3 ദിവസം റെസ്റ്റ് എടുത്ത റൂമാണ് കേട്ടോ ഇത്. പുലർച്ചെ 7 മണിയാകുമ്പോഴേക്കും ഞാനവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്ത് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അവിടെയുള്ള ഒരു 10-15 പേരുണ്ട്. അവരെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് 2-3 പേര് എഴുന്നേറ്റിട്ടുള്ളൂ. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതുപോലെ എല്ലാ വീടിന്റെയും എല്ലാ ഷോപ്പിന്റെയും എല്ലാ ഏത് സ്ഥലം എടുത്താലും അവിടെ ഒരു മഞ്ഞ കളർ കാണാൻ പറ്റും. പണ്ട് ചാണകം കലക്കിയിട്ട് അത് അവർ ചെയ്യുമായിരുന്നല്ലോ വീടിന്റെ ഫ്രണ്ടിലൊക്കെ. അത് ഒന്ന് മോഡിഫിക്കേഷൻ ആയ പോലെ ഇപ്പൊ മഞ്ഞ പെയിന്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് കാവേരി നദിക്ക് മുകളിലാണ്. ഒരു പാലത്തിലാണ് നിൽക്കുന്നത്. സേലത്തേക്ക് പോകുന്നത്. കാവേരിക്ക് മുകളിൽ എത്തി. അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന അങ്ങനത്തെ എന്തോ പരിപാടിയാണ്. ചെറിയ ചെറിയ വഞ്ചി ഉണ്ട്. അതായത് അവിടെ ഒരു വഞ്ചി, അവിടെ ഒരു ചങ്ങാടം പോലെ എന്തോ ഉണ്ട്. ചെറിയ ചെറിയ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. പുഴയുടെ സൈഡിൽ തന്നെ ആയിട്ട് ചെറിയ അമ്പലങ്ങൾ. നോക്കി അവിടെ ഒരു മല നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ പക്ഷെ തൊട്ടടുത്തൊന്നും വേറെ ഒരു മലയില്ല. കാണുന്നുണ്ട ഈ ഭാഗത്തായിട്ട് ഒരു ഷാഡോ പോലെ കാണുന്നത്. വേറൊരു സാധനം ഉണ്ട്. അത് കണ്ണിൽ തന്നെ ശരിക്കും കാണുന്നില്ല. ഒരു വലിയൊരു മല ഉണ്ടാവും. ക്യാമറ ഒരിക്കലും കാണാൻ പോലുള്ള ഈ സൈഡിലുള്ളത്. ഇവിടുത്തെ ചിലപ്പോൾ കാണാൻ ചാൻസ്. സ്ഥലത്തേക്ക് 59 കിലോമീറ്റർ നേരെ പോകാം. சொல்லுங்க புரியும். கேரளாக்கு போல. கேரளா வந்து ஸ்டார்ட் பண்ணிருக்கு. இப்போ சேலம் போயிட்டு இருக்கு. தேங்க்ஸ். ஆடி மாதம் 18க்கு முத்துமாரி அம்மன் தெய்வம் நாங்கள் 18க்கு கொண்டாடுவோம். வருஷம் கொண்டாடுறோம். இதே மாதிரி 49 வருஷம் கொண்டாடிக்கிட்டு இருக்கிறோம். இந்த தாயை வந்து 49 வருஷமாக கொண்டாடிக்கிட்டு இருக்கிறோம். 1977 ஆரம்பித்தது. இன்னும் இப்போ கடைசீட்டில் வந்து இங்கே நிற்கிது. இன்னும் எத்தனை காலத்துக்கு ஆளுங்கிறது ஆயாளுக்கு தான் தெரியும். ஆயா பராசக்தி, ஓம் சாய் மகாதா ஈஸ்வரி. தெய்வம் இருப்பது எங்கே அது இங்கே வேறெங்கே. கேரளா ஸ்டேட்டா? அங்கெல்லாம் மாரியாய் காளியாயெல்லாம் கும்பிட மாட்டாங்களா? முஸ்லீம்னா அது என்ன? பாய் பாய் அல்லா பாய் கிட்ட போய் பேசலாமா? அரே அல்லா, உலகம் பிறந்தது எனக்காக. എനിക്കിതിനെ പറ്റി കറക്റ്റായിട്ടൊന്നും മനസ്സിലായില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം കണ്ട ഒരാൾ പറഞ്ഞ് ആടി 18-ന് 31-നുള്ള പരിപാടിയാണെന്ന് അറിയില്ല കേട്ടോ. ആടി 18-ന് ഉച്ചവർക്ക് വേണ്ടിയിട്ട് എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പരിപാടിയല്ല, അങ്ങനെ പൂജയായിട്ട് എന്തോ പരിപാടി. ഇത് ഇവര് ദൈവത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെല്ലോ ആണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. മൊത്തം ഇവിടെ പരിപാടിയാണല്ലോ. ഇതെന്തോ ഗവൺമെന്റിന്റെ ആണ് ആ പരിപാടി. ഓണൊക്കെ ഉണ്ടല്ലോ. ഫ്ലിപ്പ് DJI ഫ്ലിപ്പ് പറക്കുന്നുണ്ട് അവിടെ. കാണാൻ പറ്റുന്നില്ലല്ലോ. സംഭവം എന്താ വെച്ചാല് ഇന്നാണ് ആടി 18 എന്നുള്ള പരിപാടി. അയാൾ പറഞ്ഞത് കറക്റ്റാണ്. കഴിഞ്ഞ വീഡിയോയില് ഒരു കടയിൽ നിന്ന് ഒരാൾ പറയുന്നില്ലേ, അയാൾ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കാണുന്നത് ഈ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഈ നാട്ടിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തൊരാള് വർഷങ്ങൾക്ക് മുമ്പ്. അയാൾ മരിച്ചുപോയി. അയാൾക്ക് വേണ്ടി ഉള്ള എന്തോ ഒരു പൂജ പോലത്തെ എന്തോ പരിപാടിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റോ അങ്ങനെ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അങ്ങനത്തെ ഗവൺമെന്റ് എന്തൊരു വണ്ടി ഉണ്ട് അവിടെ. ഇനി അങ്ങോട്ട് മലകളാണ്. മലയാണുള്ളത് കാണുന്നത്. ക്യാമറ കാണുന്നില്ല, സോറി, ദൂരെ കാണുന്നുണ്ട് കേട്ടോ. നല്ല ഇല്ലേ? ரோடு நல்லா இருக்கும். ப்ரோ அன்டைமில் வந்து அந்த ராபரி இதாக மாதிரியெல்லாம் நடக்கும். ஸோ அதுக்காக நைட்டு ட்ராவல் பண்ண மாட்டேன். 4 o'clock ஸ்டாப். ஈவன் எப்படி ப்ரோ பெஸ்ட்டெல்லாம் பம்பு தான், பெட்ரோல் பம்ப். அங்கேயே സ്റ്റേ பண்ண വിടുறாங்களா? വിടുവാണ്. ടെൻ്റ് അടിച്ച്. നമ്മുടെ നാട്ടിലിപ്പോൾ നിലവിൽ നല്ല മഴയാണല്ലേ. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്. ഏതാ വെയിൽ. സമയം 9:45 9:40 കേട്ടോ. അപ്പോഴേക്കും നല്ല ശക്തിയായിട്ടുള്ള വെയിലാണ്. ചവിട്ടൽ സീന. സൈക്കിൾ ചവിട്ടൽ
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റെസ്റ്റ് എടുത്ത് പോവാം, അതാണ് നല്ലത്. നല്ല വെയിൽ. വരുന്ന വഴിക്കൊക്കെ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്താ മനസ്സിലായില്ല. ഒരുപാട് പ്രത്യേകതകൾ ഈ ദിവസം ഇവിടെ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് മതപരമായിട്ട് വേറെയും ഇന്ന് ഇവർ കൂടുതൽ ആൾക്കാരും ഇവിടെ ഇങ്ങനെ കൂടാൻ കാരണം, അതായത് പോലീസുകാരും കാര്യങ്ങളൊക്കെ കൂടാൻ കാരണം ഒരു സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്ത ഒരാളുടെ ഓർമ്മ ദിവസമാണ് കേട്ടോ. തീരൻ ചിന്നമല എന്നാണ് ആളുടെ പേര്. ആളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ കൂടുന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഒരു സ്മാരകം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഈ റോഡിൽ ഒരു സ്മാരകം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് അവർ എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടാവും, എന്നിട്ട് നേരെ ഈ റോഡിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അങ്ങോട്ട് വണ്ടി വിടുന്നില്ല കേട്ടോ. ഇവിടെ മൊത്തം ബ്ലോക്കാണ്. ആ ഭാഗത്താണ് പരിപാടി എടുക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടിയെ മൊത്തം ലെഫ്റ്റിലേക്ക് കയറ്റി വിടുവാണ് ആ ജംഗ്ഷനിൽ നിന്ന്. ഞാൻ ആ കടയിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആ തണലത്ത്. അപ്പോൾ ഒരു ബായി വന്ന്, ഈ ബായി എനിക്കേറെ ഫുഡ് കഴിച്ചോ, ഹിന്ദി അറിയുമെന്നൊക്കെ ചോദിച്ചിട്ട്, ഫുഡ് കഴിച്ചില്ലെങ്കിൽ വാ അവിടെ ആളുടെ ഹോട്ടലുണ്ട് അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഞാനാണെങ്കിൽ കഴിച്ചിട്ടുമില്ലായിരുന്നു, നല്ല വിശപ്പും. ചാർപ്പായാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ രാജസ്ഥാനിലെത്തിയെന്ന് തോന്നുന്നു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം ഉള്ളിയുണ്ട്. നമ്മൾ രാജസ്ഥാനിലെത്തി, തമിഴ്നാട്ടിൻ്റെ ഉള്ളിൽ ചാർപ്പായിലിരുന്നുകൊണ്ട് ഉണ്ടായില്ല. ഇനി അങ്ങോട്ട് സേലം എത്തുന്ന വരെ ഈ റോഡ് തന്നെ ആയിരിക്കും കേട്ടോ. മിക്കവാറും അവിടം വരെ മാപ്പിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡാണ് കാണിക്കുന്നത്. ചാവുട്ടി അങ്ങ് വിടാം, സൂര്യനില്ലെങ്കിൽ. ഇപ്പൊ സൂര്യനില്ല, 1:30 ഉള്ളൂ. 1:30 കഴിഞ്ഞു, ഏകദേശം 1:40 ആ സമയം. പക്ഷെ സൂര്യനില്ല, നല്ല കാർമേഘം മൂടിയുണ്ട്. മഴ വരുമെന്ന് അറിയില്ല, ചിലപ്പോൾ ഒഴിഞ്ഞു പോകും മേഘം. ആ മേഘം ഇങ്ങനെ നിന്നാൽ മതി, എത്ര വേണ്ടെങ്കിലും ചവിട്ടാനാണ്. പോകുന്ന വഴിക്ക് ചെറിയ പെൺകുട്ടിയോട് ഇരുന്ന് അവരുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ടോ പറഞ്ഞ് പേരക്ക. പേരെന്നെ ദിവ്യദർശിനി. 2 വാങ്ങിയിട്ട് കഴിച്ചിട്ട് പോകാം. 2 പേരക്കയ്ക്ക് 10 രൂപയേ ഉള്ളൂ കേട്ടോ. അത് അവരുടെ വീട്ടിൽ മരത്തിലുണ്ടാകുന്നോണ്ടായിരിക്കാം. നമ്മളങ്ങനെ സേലം ജില്ലയിലെത്തിട്ടോ. ലെറ്റ്സ് ഗോ. നല്ലൊരു മഴ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. മിക്കവാറും എവിടെയൊക്കെ കയറേണ്ടി വരും. നമ്മളിപ്പോൾ സേലം എത്താറായി. സേലത്തിന് ഇനി 10 കിലോമീറ്റർ എങ്ങാനും കാണുള്ളൂ. നമുക്ക് സേലത്ത് എവിടെയും സ്റ്റേ ചെയ്യാൻ പമ്പ് കിട്ടിയില്ല. അവസാനം ഏർക്കാട് എത്താൻ 25 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു പമ്പ് കിട്ടി, അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ തന്നെ നല്ല അടാറ് പണി കിട്ടിയിരുന്നു, പൊട്ടിപ്പോയി. ഇവിടെ മാത്രമല്ല, ഇത് മൊത്തമായിട്ട് വന്നു. പക്ഷെ ഈ സൈഡിൽ ഇവിടെ മുകളിൽ പൊട്ടിപ്പോയി. താഴെയുണ്ട്, മുകളിൽ പൊട്ടി. എന്താ ചെയ്യുക എങ്ങനെ ആയാലും. ഇനിയിപ്പോൾ ഇതൊക്കെ റെഡിയാക്കണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. സൈക്കിൾ ശരിയാക്കാൻ വന്നിരിക്കുകയാണ്. ഉള്ളിലാണ്, റോഡിൻ്റെ മെയിൻ റോഡിൽ നിന്ന് കുറച്ചിങ്ങോട്ടെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് റെഡിയാക്കുന്നത്. ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. 10 മണി ആവാറായിട്ടോ. ഭക്ഷണം കഴിച്ചില്ല, പക്ഷെ ഭക്ഷണം ഒരാളെ ഇവിടെ കൊണ്ടുവന്നൊന്നുമില്ല. എത്ര കാലമായെന്നറിയാം ഇഡ്ഡലി കഴിച്ചിട്ട്. വീട്ടിൽ നിന്ന് ഞാനങ്ങനെ കഴിക്കാറില്ല, ഒരുപാട് കാലമായിട്ടുണ്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇഡ്ഡലി കഴിക്കട്ടാ. സൂപ്പറേ. 10:10 കറക്റ്റ് ടൈം. ഇനി നേരെ ഏർക്കാട് ഭയങ്കര കയറ്റമായിരിക്കും. മല കാരണം ഇതൊക്കെ വച്ച് കയറാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. தெரியாது എவ்வளോ ദൂരം പോകണമെന്ന് தெரியாது. പോയിട്ട് ഇപ്പോൾ ഏർക്കാട് പോയിട്ട് அது தெரியாது. நான் நினைக்கிறேன் ஹாரூர் போகிறோன்னு நினைக்கிறேன். அதுக்கப்புறம் என்னன்னு தெரியாது. முடிச்சுட்டு ஒரு பம்பில் முடிச்சுட்டு நான் மட்டும்தான் தனியாக. ஆமாம் ஆமாம்.
ഇപ്പോൾ ഒരു ചേച്ചിയെടുത്ത് ഞാൻ പേരക്ക വാങ്ങാൻ വേണ്ടി കയറി. പേരക്ക അവിടെ ആളത്തില്ല. പുള്ളിക്കാരോട് ഞാൻ ചോദിച്ചു സൈക്കിൾ അങ്ങോട്ട് കയറുമോ, ഏർക്കാട് മല കയറി പോകാൻ പറ്റുമോ സൈക്കിളിൽ എന്ന് ചോദിച്ചേ. പുള്ളിക്കാര് കയറ്റം തുടങ്ങിക്കാൻ ഞാൻ തള്ളിക്കൊണ്ട് പോവാ, കുറച്ച് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോവാൻ. എന്താ നമ്മളങ്ങനെ കയറ്റം കയറാൻ പോകട്ടെ. കയറ്റം കയറി ഫസ്റ്റ് വളവ് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കയറ്റത്തോട് എന്തൊക്കെയോ ബോർഡൊക്കെ ഉണ്ട്, മൃഗങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും എൻജോയ് ദ റൈഡ്. അപ്പോഴേക്കും കിടച്ചു. തള്ളിക്കൊണ്ട് പോവാ കുറച്ച് കഴിഞ്ഞാൽ. സമയമുണ്ട്, എല്ലാം അങ്ങ് കയറ്റാം. കുരങ്ങൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ഒരാൾ ചോദിച്ച ആൾ പറഞ്ഞു കുരങ്ങന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഷെർവാറോയാൻ ഹിൽസ്, ഏർക്കാട് അവേറ്റ്സ്. ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ, ഒന്നും ചെയ്യില്ല. ആൾക്കാരിങ്ങനെ കുറേ ഉണ്ടാവും ഇവിടെ, കുറേ ഉണ്ട്. കാട് നിറച്ചവരാന്ന് തോന്നുന്നു. നോക്കി ഏതല്ലേ. ഇവിടുന്ന് ഇനി ഏകദേശം 19 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ, ഇത് തള്ളി കയറ്റേണ്ടത് 19 കിലോമീറ്റർ. നോ ടു പ്ലാസ്റ്റിക്. പക്ഷെ താഴത്തന്നെ പ്ലാസ്റ്റിക് തന്നെയാണ്. അതെവിടെയൊക്കെ അവിടെ, ഇനി ഇതാ ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇവിടെ മൂത്രം ഒഴിക്കിയത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകം ഒന്നും മൂത്രം ഒഴിക്കാൻ മുട്ടും. കയറ്റത്തിൻ്റെ ഹൈറ്റ് കൂടിയല്ലോ. ഹൈറ്റ് കാണിച്ചു തരണോ? തള്ളിക്കോ. പാറയിലൊക്കെ മരം വന്നിട്ടുണ്ട്. പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതിന് 20 ഹെയർ പിൻ വളവുകളുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരു ഹില്ലുണ്ട്, കൊല്ലി ഹിൽസ് അങ്ങനെ എന്തോ. അതിന് 70 ഹെയർ പിൻ വളവാണ് കേട്ടോ ഉള്ളത്. അത് ഇന്ത്യയിൽ തന്നെ 1, 2, 3 സ്ഥാനത്ത് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ 20 ഹെയർ പിൻ ഒന്ന് വളഞ്ഞിട്ട് വരാം. ഈ റൂട്ടിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്, കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു റോഡുണ്ട്. ഇങ്ങനെ കുറച്ച് റോഡ് വളഞ്ഞു പോകുന്നുണ്ട്, ഒരുമിച്ച് അടുപ്പിച്ചായിട്ട്. അത് മുകളിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഏർക്കാടിൻ്റെ റൂട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. മൊബൈൽ ടവർ അവൈലബിൾ ഹിയർ 3G. ഇനി അങ്ങോട്ട് കിട്ടില്ലായിരിക്കുമല്ലേ. സേലം ഫോറസ്റ്റ്. എന്താ ദൈവമേ കാണുന്നേ. ബ്യൂട്ടി. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇവിടെ ഇങ്ങനെ ഊരല്ലേ? ഫസ്റ്റ് ടൈം കേരള. ഏകദേശം ഇവിടം വരെ വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചയടിച്ച് ഇങ്ങനെ കയറി മല അങ്ങനെ കാണുമ്പോൾ ഏതാ ഫീല്. ഇനി കുറച്ചും കൂടി മുകളിലേക്ക് കയറി എന്തായിരിക്കും അവസ്ഥ? യെസ്, പവറായി. ഈ ആർക്കെങ്കിലും വായിക്കാറിയെങ്കിൽ വായിച്ചിട്ട് പറഞ്ഞു കേട്ടാ. നമ്മൾ ഊട്ടിക്കൊക്കെ പോണ സമയത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, വെള്ളച്ചാട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ടാവില്ല. ഇവിടെ അതൊന്നുമില്ല. റോട്ടിലൂടെ ഇങ്ങനെ പോകാം. സിറ്റി ടൗൺ എത്തണ വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. തണുത്ത ചെറിയ കാറ്റടിക്കുന്നുണ്ട്. തണുപ്പിലേക്ക് പോവുകയാണ് നമ്മള്. നല്ല സുഖമുണ്ട്. ഇപ്പോൾ ഇതുവരെ വേർത്തൊലിച്ച് നടക്കുമ്പോൾ തള്ളുവല്ലേ, അങ്ങനെ ചെറിയൊരു തണുത്ത കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ ഇപ്പൊ നല്ല സുഖമുണ്ട്. ആക്സിഡൻസ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് തമ്മിൽ. അയ്യോ, നമ്മൾ ഒരുപാട് മേലെ എത്തി കേട്ടോ. യെസ്. പക്ഷെ മറ്റേ ഞാൻ പറഞ്ഞ ആ വളവ് എത്തിയില്ല കേട്ടോ ഇതുവരെ. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള വളവിലെത്തി. കാണിച്ചു തരാം.
മനസ്സിലാവണില്ല കേട്ടോ. സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കയറിപ്പോകാൻ പറ്റുമോ? ഹെയർ പിൻ വളവ് രണ്ടാമത്തത് കഴിഞ്ഞിട്ടോ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഹെയർ പിൻ വളവ്. അങ്ങനെ 20 എണ്ണം കഴിയണം. 2 എണ്ണം കഴിഞ്ഞു, ഇനിയും 18 എണ്ണം ബാക്കി. തിന്നത് മുഴുവൻ വെള്ളമായി പോയി മക്കളെ. കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങിക്കായിരുന്നു. ഇനി ആ ടൗൺ എത്തണ വരെ ഒന്നും കിട്ടില്ല. എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെന്ന് ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എനിക്കൊരാൾ 4 പാക്കറ്റ് ബിസ്ക്കറ്റ് കുറച്ച് പഴമൊക്കെ തന്നായിരുന്നു കേട്ടോ. അതിന് പഴവും 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചു. 2 പാക്കറ്റ് ബാക്കി ബാഗിലുള്ള ഞാൻ ഇപ്പം ഓർത്ത്. ദൈവത്തിൻ്റെ ഓരോരോ കളിയേ. അങ്ങനെ ഒരു മനുഷ്യനെ എൻ്റെ മുമ്പിൽ എത്തിച്ചില്ലേ. അയ്യോ, സാധനം കൊണ്ട് പോയി. ഈ ബിസ്ക്കറ്റിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതൊരു മഴ. മുനിയപ്പൻ കോവിൽ ഏകദേശം അടുത്തിട്ടോ. ലൈറ്റ് അടിക്ക് നോക്കി അവിടെ സൂര്യൻ മരങ്ങൾക്കിടയിലൂടെ. കോടമഞ്ഞും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആർട്ടിഫിഷ്യലായി. കുറെ പഴയ കെട്ടിടങ്ങളുണ്ട് കേട്ടോ അവിടെ. എസ്റ്റേറ്റോ എല്ലാം പൂട്ടിക്കെടുക്കുവാണ്. പഴമ നന്നായിട്ട് കാണുന്നുണ്ട്. അവിടെ തേയില കൃഷി ഉണ്ടോ എന്തോ വരുന്നവയ്ക്ക് കണ്ടാ. പഴയകാല കെട്ടിടം. പക്ഷെ അവിടെ ആൾത്താമസം ഉണ്ട് കേട്ടോ. പക്ഷേ തമിഴന്മാരല്ല, വേറെ ഏതോ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. അവിടെ പിള്ളേർ കളിക്കുന്നത്, വേറെ ആരെയും കാണുന്നില്ല. കേട്ടോ, വേറെ എന്തോ സംസാരിക്കുന്നത്. എന്തായാലും ആ ഒരു ആംബിയൻസും ഉള്ള സൂപ്പർ. പുള്ളിക്കാരനെ ഞാൻ വിളിച്ചിട്ടോ, പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യാനുള്ള. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ വിട്ടു. ഇപ്പോഴാണ് സൂര്യൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു വിഷ്വൽ കിട്ടിയ കേട്ടോ. അസ്തമയ സമയത്ത് ആ മേഘത്തിൻ്റെ ഇടയിലൂടെ താഴേക്ക് ഇങ്ങനെ ആ വെളിച്ചം പതിക്കുന്ന നോക്കിയേ. ഓ, ഏതാ ഭംഗി. ടൗണുക്ക് ഇനി എவ்வளோ இருக்கும்? ടൗണുക്ക് ഇനി എவ்வளோ കിലോമീറ്റർ இருக்கும்? ടൗണ് 1 കിലോമീറ്റർ. ഫൈനലി വി ആർ ഗോട്ട് ഇറ്റ്. ഹെയർ പിൻ ബെൻഡ് 20. പക്ഷെ സമയം ഏകദേശം 7 മണി ആവാറായിട്ടോ. 6:45. ഒരുപാട് വൈകി. ഈ സമയത്തെങ്കിലും എത്തിയല്ലോ. നന്നായിട്ട് ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ എത്തിയത് ഭാഗ്യം. ക്ഷീണിച്ചൊരു വകയായിട്ടോ ഞാൻ. യാത്രയിൽ ഏറ്റവും കൂടുതൽ ടയേർഡായ ദിവസം ഇന്ന്. ഏറ്റവും കുറവ് കിലോമീറ്റർ ഓടിയ ദിവസം ഇന്ന്. എന്നിട്ടും ടയേർഡ്. കാരണം മല കയറി മക്കളെ, മല. എന്തൊരു മിന്നൽ പോലെ ഉണ്ടല്ലേ ലൈറ്റിനെ തോന്നുന്നു. നമ്മുടെ യാത്രയിലെ ഏറ്റവും വൈകി യാത്ര ചെയ്ത ദിവസമാണിത്. ഏറ്റവും ടയേർഡായ ദിവസം. അങ്ങനെ കുറച്ച് മുമ്പെത്തിയാണ് ഫ്രഷായി ഫുഡ് കഴിച്ചു. നല്ല ക്ഷീണമുണ്ടെന്ന് വെച്ചാൽ നല്ല ക്ഷീണമുണ്ട്. ഏർക്കാട് ഏതോ ഒരു ഉള്ളിലാണ് ഉള്ളത്. ഇപ്പോൾ ഉറങ്ങട്ടെ. നാളെ രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലും കാഴ്ചകളൊക്കെ പോകാൻ പറ്റുമോ നോക്കട്ടെ. എനിക്കുമായിരിക്കുമല്ലേ. ബോഡി ഫുൾ പെയിൻ വരുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും പോട്ടെ. നാളെ ആവട്ടെ. നാളെ നോക്കിയിട്ട് പറയാം. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇതേ ഇവിടെയാണ് കേട്ടോ താമസിച്ച്. ഇങ്ങോട്ട് ഇന്നലെ വന്നത് തന്നെ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. രാത്രിയായി എത്തുമ്പോൾ. സമയം ഇപ്പോൾ 8 മണി ആവാറായി. നല്ല തണുപ്പുണ്ട് കേട്ടോ. കോടമഞ്ഞൊന്നുമില്ല, പക്ഷേ തണുപ്പുണ്ട്. അത് ഈ ഡ്രസ്സ് കണ്ടാലും പറയും. ആദ്യമായിട്ടാണ് ഞാൻ ഈ തൊപ്പി എടുത്തിടുന്നത്. കാറ്റുള്ളതുകൊണ്ട് തണുപ്പുണ്ട് നല്ല. ഇവിടെ വന്നപ്പോൾ തന്നെ തൊണ്ടൊക്കെ ചെറിയൊരു പണി, കഫക്കെട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ലേക്കിന് ചെറിയ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അരൂര് പിടിക്കണം ഇന്ന് തന്നെ. ഈ റോട്ടിലൂടെ ഞാൻ ഇന്നലെ വന്നത്. എൻ്റെ ദൈവമേ, അത് രാത്രി നമ്മൾ ചെറിയ ഈ സൈക്കിളിൽ പിടിപ്പിച്ച വെളിച്ചത്തിൽ വന്നതാണ്. നിങ്ങൾ വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരാം. സാധനങ്ങളൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. അതല്ലെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിന് കൂടുതൽ തന്നെ ആയിരിക്കുള്ളൂ. സൂപ്പറാണ് സംഭവം. ടൗണിലേക്ക് എത്തിട്ടോ, ആ ലേക്കിൻ്റെ സൈഡിലേക്ക്. ഉണർന്നു വരുന്ന ഏർക്കാടിനെയും കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര തുടങ്ങാം. ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കണം. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഒരു പഴയ ശൈലിയുള്ള ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ സെൽവം, സൗത്ത് ഇന്ത്യൻ. ആൾക്കാർ താമസിക്കുന്ന ഗ്രാമപ്രദേശം ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് ഇറക്കമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തൊരു സുഖം, എന്തൊരു സുഖം, വണ്ടി ഓടിക്കാൻ എന്തൊരു സുഖം.
ഓടിക്കാനല്ല ഇരിക്കാൻ, ഓടിക്കുന്നില്ലല്ലോ. അയ്യോ കയറ്റം, പറഞ്ഞ സ്പോട്ടിന് കയറ്റം. എവിടെ സ്പോട്ടുകളാണ് കേട്ടോ, ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കിയതുണ്ട്, മൊത്തം അങ്ങനത്തെ പരിപാടികളാ. റൂംസ് ആണ് മുഴുവൻ. കോലാഹലയം ഏർക്കാട് ഫുള്ള് അഡ്വഞ്ചർ ആണല്ലോ, ആർമിക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതേപോലെ ഉണ്ട്. ഇനി അങ്ങോട്ട് ഇറക്കമാണെന്ന് പറഞ്ഞിട്ട് കയറ്റം തന്നെ ആണല്ലോ ഇത്. പിസ്സ, ബർഗർ, പസ്ത ആൻഡ് മോർ. ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, ഇവിടെ ആരും ഇല്ലാത്ത 9:30 അല്ലേ ആയുള്ളൂ. ഇറക്കം തുടങ്ങി, ഇനി ചവിട്ടണ്ട. എത്ര ടൈം വരെ ഇറക്കണ്ടെന്ന് അറിയില്ല കേട്ടോ. സ്കൈ പാർക്ക്, ഇത് മറ്റേ മല്ലു ഡ്രോൺ ട്രാവലർ ഉണ്ടല്ലോ, ഷെബിൻ സംസുദ്ദീൻ, പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് നോക്കിപ്പോയ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. യാത്രയുടെ വീഡിയോകൾ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരൻ, അങ്ങനെ അഷ്റഫ് എക്സൽ, സുധി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇങ്ങനത്തെവരൊക്കെ എന്തായാലും ഈ ട്രാവൽ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു കാണും. ഈ മല്ലു ഡ്രോൺ ട്രാവലർ ആണെങ്കിൽ ഈ ഷെബിൻ സംസുദ്ദീൻ, പുള്ളിക്കാരൻ ഭയങ്കര ക്വാളിറ്റിയിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന. പുള്ളിക്കാരുടെ നല്ലൊരു ഡ്രോണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചോക്ലേറ്റ് ഫാക്ടറി ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. അപ്പുറത്തൊക്കെ ഷോപ്പുണ്ട്, ചെറിയ ചെറിയ പെട്ടിക്കട പോലെ, എല്ലാം തുറന്നു വരുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എത്ര ഉള്ളിലേക്ക് വന്നു, എന്നിട്ട് ഇതിൻ്റെ പാർക്കുകളുടെയും ഹോം സ്റ്റേ, റിസോർട്ട് ഒന്നും എൻ്റെ ആയിട്ടില്ല ഇതുവരെ. ഇങ്ങനെ വരിക്കത് ഇങ്ങനെ വച്ചേക്കുക. ഇതിന് മാത്രം ആൾക്കാരിവിടെ വരുന്നുണ്ടാവോ? ഇത് 2 റൂട്ടാണ്. ഒന്ന് സേലത്തു നിന്നും വരാം, ഒന്ന് അതിൻ്റെ മേൽഭാഗത്തുള്ള ഹരൂർ, നമ്മളിപ്പോൾ പോകുന്ന ഹരൂരിലേക്കാണ്, ആ ഭാഗത്തു കൂടിയും വരാം. 2 ഭാഗത്തുനിന്നും വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കും. എൻ്റെ ഇല്ലാതെ അവസാനം ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെ. 2 ഭാഗത്തുനിന്നും വരുന്നതുകൊണ്ട് ആളുണ്ടാവുമായിരിക്കും. സേലം ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ കേരളക്കാരും കർണാടകക്കാർ ഒക്കെ ഇതിലായിരിക്കും വരും. പുറത്തുകൂടി തമിഴ്നാട്ടിലുള്ളവരും ആന്ധ്ര ഭാഗത്തുള്ളവരൊക്കെ ഇങ്ങനെ ആയിരിക്കും. പക്കോട പോയിന്റ് ഇങ്ങനെ കാണിച്ചാൽ എത്രയാണ് ഊട്ടിയാണ് ഇത് പക്കോട പോയിന്റ്. പിന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ആൾക്കാർ ഒഴിച്ചിട്ട് പോയ വീടുകളാണ്, താമസമൊന്നും ഇല്ലാതെ, വർഷങ്ങളോളായിട്ട് താമസമൊന്നും ഇല്ലാതെ വീടുകളാണ്. മൊത്തം പൊളിഞ്ഞ് ഒരു വകയായിട്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ചുരം തുടങ്ങി കേട്ടോ. ഇനി കുറച്ച് സമയത്തേക്ക് ഇറക്കം തന്നെ ആയിരിക്കും. നമ്മളെ ബ്രേക്ക് ഹീറ്റ് ആവും, അതുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ നിർത്തിയിട്ട് തന്നെ പോകണം. എനിക്ക് ആകെയുള്ളൊരു ആശ്വാസമുണ്ട് ഇത് ഇറക്കം വന്നതുകൊണ്ട്. ഇന്നലെ നല്ലോണം കഷ്ടപ്പെട്ടതുകൊണ്ട്. ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടെന്ന് പറഞ്ഞ പോലെ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ഡേഞ്ചറാണ്. നമ്മളെ ബ്രേക്ക് അത്ര പവറൊന്നും ഉണ്ടാവില്ലല്ലോ, സൈക്കിളിന്റെ ബ്രേക്കല്ലേ. ഇത് പിടിച്ച് തന്നെ പോകണം, അല്ലെങ്കിൽ കൊണ്ട് ഇടിക്കും. ഡേഞ്ചറാണ് സംഭവം. ചെറിയ ഇറക്കം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത് കണ്ട, ഇത് ഇങ്ങനെ ഇറക്കമാണ് മൊത്തം. ചെറിയ ഗ്രാമം എത്തിയിട്ടോ. കോയിൽ ഇവിടെ മെയിനാണ്, എല്ലാ സ്ഥലത്തും. ഓരോ ഗ്രാമത്തിനും ഓരോ കോയിൽ. വീടുകളൊക്കെ അടുപ്പിച്ച് റോഡ് സൈഡിൽ മുളക് ചെടി വളർന്നിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ചുവപ്പായിട്ട് മുളകാണത്. അത് ഇവിടെ இது என்னன்னு சொன்னால் கோஃபிக்கு போடுற பொடியா? இது பொடிப்பாங்களா? கோஃபி பொடி தான் இது. நம்மள குருமுളകാണ് பண்றதுக்கு சமைக்கணும்ல, சாப்பிடணும்ல. சாப்பாடு அதில் உண்டா? சமைக்க முடியும். அரிசி இருக்கு, அங்கே போய் சமைச்சிக்கிறதா? எங்கேயாவது ஸ்டே பண்ணும்போது ஸ்டவ் இருக்கு, அதில் சமைப்பேன். அப்படி சார்ஜர் எப்படி இருக்கு, அது வந்து டென்ட் போடணும்ல ஏதாவது இடத்துல. பஸ் இருக்காது இந்த ரூட்டில்? இந்த ரூட்டில் ஒரே சிங்கிள், காலையில் ஒரு சிங்கிள், சாயந்தரம் ஒரு சிங்கிள். இது திருப்பி ஏற்காடு. அங்கே போனால் பஸ் இருக்கு. இப்படி போயிட்டு வெக்கமா நல்லா இருக்கியா உன்னை பார்க்கறதுக்கு கேமரால? இது என்ன கோயில் அண்ணா? முனியப்பன் கோயில். சைக்கிள் எவ்வளோ? சைக்கிள் ப்ரைஸ் கேட்டியா? 17. ഓക്കെ. താഴെ ഗ്രാമങ്ങൾ കാണാൻ തുടങ്ങിയിട്ട്, പട്ടണങ്ങൾ കാണാൻ തുടങ്ങി. പശു, ഞാൻ വിചാരിച്ചല്ല പോത്ത്, കാട്ടുപോത്താകത്തിലേക്കായിരിക്കും. നമ്മളങ്ങനെ താഴെ എത്തിയിട്ട് എത്ര പെട്ടെന്ന് താഴെ എത്തിയത്. ചെക്ക് പോസ്റ്റാണ്, പോസ്റ്റ് എത്തി. കഴിഞ്ഞ ദിവസം ചെക്ക് പോസ്റ്റ് നമ്മളെ പേര്, നമ്മുടെ എല്ലാ ID പ്രൂഫിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. അത് കയറുമ്പോൾ അവരൊരു സേഫ്റ്റിക്ക് എടുത്താണ്. ഇപ്പോൾ ഇറങ്ങുമ്പോൾ പ്രശ്നമില്ല. ഇപ്പോൾ കയറുമ്പോൾ ഞാൻ എവിടെ നിന്നെങ്കിലൊക്കെ മിസ്സായി, ഞാൻ അവിടെ എത്തിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ. ഞാൻ എവിടെ റൂം ബുക്ക് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി.
അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ അടുത്തുണ്ടായി. അങ്ങനെ വേറൊരു ടെറൈൻ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇതുവരെ കണ്ട ഒരു അന്തരീക്ഷമല്ല, പ്രകൃതി തന്നെ മാറി. എന്താ അത്, കവുങ്ങ്, അടക്ക കവുങ്ങാണ് കേട്ടോ മൊത്തം. നമ്മളങ്ങനെ ഹരൂരെത്താറായി കേട്ടോ. 2-3 ദിവസത്തെ കാഴ്ചകളാണ് ഒരൊറ്റ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്ത കുറച്ച് നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.